ആഫ്രിക്കൻ ഒച്ചുകൾ ഉയർത്തുന്ന ഭീഷണിയെ അധികരിച്ച് ഉദുമ ഗ്രാമപഞ്ചായത്തിലെ ജൈവ വൈവിധ്യ പരിപാലന സമിതി പൊതുജനങ്ങൾക്കായി ബോധവൽക്കരണ പരിപാടി നടത്തി. ജൈവലായനി തെളിയിക്കുന്നതിൽ പരിശീലനവും നൽകി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, കാഞ്ഞങ്ങാട്. ആഫ്രിക്കൻ ഒച്ചുകളുടെ വ്യാപനം തടയുന്നതിനും ഇവ ഉയർത്തുന്ന പാരിസ്ഥിതിക ഭീഷണികളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനുമായാണ് ഉദുമ ഗ്രാമപഞ്ചായത്തിലെ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടിയും ജൈവലായനി തളിക്കലിൽ പരിശീലനവും സംഘടിപ്പിച്ചത്. ആഫ്രിക്കൻ ഒച്ചുകളുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ ശാസ്ത്രീയവും പരിസ്ഥിതി സൗഹൃദവുമായ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു പരിപാടി. പാലക്കുന്ന് ടൗണിൽ സംഘടിപ്പിച്ച പരിപാടി ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രൻ നാലാംവാതുക്കൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ അബ്ദുള്ള അധ്യക്ഷയായി. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഇത് ഞാനിന്ന് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്ന് ട്രെയിൻ ഇറങ്ങിയത്. എൻ്റെ തിരുവനന്തപുരത്ത് നിങ്ങളിപ്പോൾ ഇവിടെ നടത്തുന്ന ഈ പരിപാടിക്ക് ഒരു സംസ്ഥാന തല റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് കൊടുത്ത് കഴിഞ്ഞു. ഇതൊരു ചെറിയ വിഷയമല്ല. ഉദുമ ഗ്രാമപഞ്ചായത്ത് ആയിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ഒരു പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഗ്രാമീണ തലത്തിൽ ഇങ്ങനെ ഒരു ഉദ്യമം നടത്തുന്നത്. കാരണം കഴിഞ്ഞൊരു 3 വർഷമായി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ചുമതല വഹിക്കുന്ന ആളെന്നുള്ള നിലയിൽ ഞാൻ വേറെവിടെ അങ്ങനെ നേരിട്ട് ശ്രദ്ധിച്ചിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം. അത് വളരെ ആത്മാർത്ഥമായി ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. കാരണം ഇത് വലിയ ഒരു ന്യൂസായി മാറും. BMC ജില്ലാ കോർഡിനേറ്റർ VM അഖില ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹംസാദ് അലി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മംഗൾ ടീച്ചർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ലക്ഷ്മി, പഞ്ചായത്ത് അംഗങ്ങളായ PV രാജേന്ദ്രൻ, കാപ്പിൽ മുഹമ്മദ് ഷിയാസ്, കോൺഗ്രസ് ഉദുമ മണ്ഡലം പ്രസിഡന്റ് ശ്രീധരൻ വയലിൽ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KPM ഷെരീഫ്, മോഹനൻ മാങ്ങാട്, KM അഷ്റഫ്, ശ്രീജ പുരുഷോത്തമൻ, വേണുപള്ളം എന്നിവർ സംസാരിച്ചു. BMC കൺവീനർ സൈനബ അബൂബക്കർ സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി A ആദിത്യൻ നന്ദിയും പറഞ്ഞു. അധിനിവേശ ജീവികളും സസ്യങ്ങളും നമ്മുടെ ജൈവ വൈവിധ്യത്തിന് വലിയ ഭീഷണിയാണ്. അവ ജീവജാലങ്ങളെയും സസ്യവൈവിധ്യത്തെയും പ്രതികൂലമായി ബാധിക്കുകയും കൃഷിയിടങ്ങളിലും ആവാസ വ്യവസ്ഥകളിലും ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഭക്ഷ്യവിളകളെയും ആവാസ വ്യവസ്ഥകളെയും ബാധിക്കുന്ന ഇത്തരം അധിനിവേശ ജീവികളെ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പിൻ്റെ ആവശ്യകതയാണെന്ന സന്ദേശമാണ് പരിപാടിയിലൂടെ പകർന്നു നൽകിയത്. ന്യൂസ് ബ്യൂറോ, ഉദുമ.